ഹലോ. ഇന്ന് നമുക്ക് ചതിക്കപ്പെട്ട് വർഷങ്ങളോളം മരുഭൂമിയിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്ന നജീബിന്റെ കഥ പറയുന്ന ആടുജീവിതം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ ആടുകൾക്കിടയിൽ മുഷിഞ്ഞ വേഷത്തിലിരുന്ന് വെള്ളം കുടിക്കുകയാണ്. അതിനുശേഷം നായകനായ നജീബിനെയും കൂട്ടുകാരനായ ഹക്കീമിനെയും കാണിക്കും. ബോംബെയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് കമ്പനി ജോലിക്കായി വന്നിരിക്കുകയാണ് നജീബും ഹക്കീമും. ഹക്കീമിന് ഹിന്ദിയൊക്കെ കുറച്ചറിയാം. നജീബിനാകട്ടെ ഒന്നും അറിയില്ല. അവരവരുടെ കഫീലിനെ കാത്തു നിൽക്കുകയാണ് എയർപോർട്ടിൽ. ആരാണ് കഫീലെന്നോ ഒന്നും അവർക്കറിയത്തേയില്ല. എയർപോർട്ടിൽ ഇറങ്ങിയ മറ്റുള്ളവരെയൊക്കെ അവരുടെ കഫീൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ചിലരൊക്കെ AC ബസ്സിലാണ് പോകുന്നതും. അപ്പോൾ അവിടേക്ക് ഒരു അറബി വരികയാണ്. അയാൾ അവരുടെ പാസ്പോർട്ടൊക്കെ വാങ്ങി നോക്കുന്നു. അറബി പറയുന്നത് അവർക്കോ അവർ പറയുന്നത് അറബിക്കോ മനസ്സിലാകുന്നതേയില്ല. അയാൾ ഹക്കീമിന്റെയും നജീബിന്റെയും പാസ്പോർട്ടൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് ഒരു ചെറിയ ട്രക്ക് പോലുള്ള വണ്ടിയിൽ അവരെ കയറ്റി യാത്രയാകുന്നു. അതായിരിക്കും അവരുടെ കഫീലെന്ന് നജീബും ഹക്കീമും കരുതും. ആ വണ്ടിയിൽ കുറേ നേരം സഞ്ചരിക്കും. വീട്ടിൽ വിളിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച ഹക്കീം ആ അറബിയോട് കാര്യം പറയുമ്പോഴോ അയാൾ എന്തൊക്കെയോ വഴക്ക് പറയുകയാണ്. അവർക്കാണെങ്കിൽ അയാൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നതേയില്ല. എങ്കിൽ നമുക്ക് റൂമിലെത്തിയിട്ട് ഫോൺ വിളിക്കാം എന്നൊക്കെ നജീബ് പറയും. അങ്ങനെ ഒരു വിജനമായ മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു. ഒരു ഘട്ടത്തിൽ ആടിനെയും ഒട്ടകത്തിനെയൊക്കെ മേയ്ക്കുന്ന മരുഭൂമിയിലെ ഒരു വിജനമായ സ്ഥലത്തെത്തും. എന്നിട്ട് ആ അറബി ഹക്കീമിനെ അവിടെയാക്കുന്നു. നജീബ് ഞങ്ങൾ കമ്പനി ജോലിക്കാണ് വന്നതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ നജീബിനെ വണ്ടിയിലിട്ട് ആ അറബി വീണ്ടും യാത്രയാകും. ഹക്കീമും നജീബും അലറിക്കരയുകയാണ്. നജീബിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ നിറയെ ആടുകളും ഒട്ടകവും ഒക്കെയായിരുന്നു. നജീബിന് ഒന്നും മനസ്സിലാകുന്നില്ല. തനിക്ക് പണി കിട്ടി എന്ന് മാത്രം അറിയാം. ആ സ്ഥലത്ത് ഒരു വയസ്സായ ആൾ മുഷിഞ്ഞ വേഷത്തിലുണ്ടായിരുന്നു. ആ അറബി നജീബിനെ അവിടെ ആക്കിയിട്ട് പോകും. എന്നാൽ നജീബാണെങ്കിലോ ആ വയസ്സായ ആളിനോട് എനിക്ക് പോണം, ഞാൻ കമ്പനി ജോലിക്കാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കാണെങ്കിലോ അവൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ ഒരു ഹിന്ദിക്കാരനായിരുന്നു. ഓ, നീ മദ്രാസിയാണോ എന്ന് അയാൾ ചോദിക്കും. ദാഹിച്ചു വലഞ്ഞ നജീബ് വെള്ളം വേണമെന്ന് പറയുമ്പോഴോ ആടുകൾക്കായി വെച്ചിരുന്ന വെള്ളം കാണിച്ചു കൊടുക്കും. നജീബ് ദാഹം തീരെ വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം കിടക്കുവാനായി അവിടെയുള്ളൊരു ടെന്റിനുള്ളിലേക്ക് പോകും. അവിടെ മറ്റൊരു അറബി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നജീബ് അവിടെ കിടക്കുമ്പോൾ എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ഓർക്കുകയാണ്. നജീബിന് നാട്ടിൽ പുഴയിൽ നിന്നും മണ്ണ് വാരുന്ന ജോലിയായിരുന്നു. മാത്രവുമല്ല ഭാര്യയായ സൈനു ഗർഭിണിയുമായിരുന്നു. നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഗൾഫിൽ പോകുന്നതാണ്, ഒരുപാട് സമ്പാദിക്കാമെന്ന് ഒരു കൂട്ടുകാരൻ പറയും. അങ്ങനെ ആ ഒരു കൂട്ടുകാരന്റെ ബന്ധു കുവൈറ്റിലാണ്. ഇപ്പോൾ അയാൾ നാട്ടിലുണ്ട്. അയാളോട് പറഞ്ഞ് ഒരു വിസ ഒപ്പിക്കും, അതും കമ്പനി ജോലിക്ക്. വീടും പുരയിടവും പണയപ്പെടുത്തിയ കാശ് അയാൾക്ക് നൽകുകയാണ് നജീബ്. അങ്ങനെ ഗൾഫിൽ പോക്ക് റെഡിയായി. ഭാര്യയായ സൈനുവും ഉമ്മയും ചേർന്ന് നജീബിനെ കൊണ്ടുപോകാനുള്ള അച്ചാറും ചക്ക വറുത്തതും ഒക്കെ ഉണ്ടാക്കുകയാണ്. സൈനു തന്റെ സഹോദരന്മാരോട് നജീബിന് വിസ ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല. ഇപ്പോൾ നജീബ് ഗൾഫിൽ പോകുന്നതിൽ സൈനുവിന് നല്ല അഭിമാനമാണ്. അങ്ങനെ അതവിടെ അവസാനിച്ചു. ഉറക്കമുണർന്ന ആ ഒരു അറബി ഉറങ്ങുകയായിരുന്ന നജീബിനെ ചവിട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പുറത്തു പോയി കിടക്കുവാനായിട്ട് പറയുന്നു. എന്നാൽ നജീബ് എന്നെ പറഞ്ഞു വിടണം, ഞാൻ ഈ ജോലിക്കല്ല വന്നത്, കാലു പിടിക്കാമെന്നൊക്കെ പറയുമ്പോൾ അയാൾ നജീബിനെ കൂടാരത്തിന് പുറത്തേക്ക് എറിഞ്ഞിട്ട് ഹിന്ദിക്കാരനോട് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി പറയും. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, രക്ഷപ്പെടാനാകില്ല, പോയി കിടക്കാനായും പറയും. അങ്ങനെ നജീബ് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ വണ്ടിയിൽ പോയി കിടക്കും. അടുത്ത ദിവസം രാവിലെ ആ ഹിന്ദിക്കാരൻ പാല് കറന്നിട്ട് നജീബിനെ വിളിച്ച് ഇതാ അറബിക്ക് കൊടുക്കാനായി പറയും. എന്നാൽ നജീബാണെങ്കിലോ അത് അവന് കുടിക്കാനാണ് പറയുന്നതെന്ന് കരുതി പാലെടുത്ത് കുടിക്കും. ആ ഹിന്ദിക്കാരൻ അത് കണ്ട് ഇത് നിനക്ക് കുടിക്കാനല്ല അറബിക്കാണെന്ന് വഴക്ക് പറഞ്ഞ് കുറച്ച് പാല് കൂടി ഒഴിച്ചിട്ട് അയാൾക്ക് കൊടുക്കാനായി പറയും. നജീബ് അതുപോലെ തന്നെ ചെയ്യുന്നു. പാല് കുടിച്ച അറബി നജീബിനോട് പോയി ജോലി ചെയ്യാനായി പറയും. അതേസമയം മറ്റേ അറബി അവിടെ എത്തുകയാണ്. അയാളോട് നജീബ് ഒരുപാട് കെഞ്ചുന്നു. എന്നിട്ട് ഒരാളുടെ ഫോൺ നമ്പർ കാണിച്ചിട്ട് ഇയാളാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ആ നമ്പർ കാണുന്ന അറബി ഇനി ഈ നമ്പറിലങ്ങാനും ഇവൻ വിളിക്കുമോ എന്ന് കരുതി അത് കീറിക്കളഞ്ഞിട്ട് ഇവന്റെ മേലൊരു കണ്ണ് വേണമെന്ന് പരസ്പരം സംസാരിക്കും. നജീബിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അറബികൾ രണ്ടാളും റൊട്ടി കഴിക്കവേ നജീബിനും റൊട്ടി കൊടുക്കും. വിശന്നിരുന്നാലാണ് ഇവൻ ഓരോന്ന് ഓർക്കുന്നത് എന്നവർ പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നജീബ് ഇവിടെ നിന്നും റോഡെത്താൻ ഒരുപാട് ദൂരമുണ്ടോ എന്ന് ഹിന്ദിക്കാരനോട് ചോദിക്കുമ്പോൾ റോഡ് എവിടെയാണെന്ന് പോലും അറിയില്ലെന്നായിരുന്നു അയാളുടെ മറുപടി. പക്ഷെ അയാൾ പറയുന്നതൊന്നും നജീബിന് മനസ്സിലാകുന്നതേയില്ല. എന്നാൽ നജീബിന് ഇനി ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാനാകില്ലെന്നുള്ള കാര്യം മാത്രം മനസ്സിലായി. ഒരുപാട് തവണ രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടക്കാതെ അവിടെ അകപ്പെട്ടു പോയതാണ് ആ ഒരു ഹിന്ദിക്കാരൻ.
അങ്ങനെ നജീബ് ആ വണ്ടിയിലിരുന്ന് തൻ്റെ ഭാര്യയെ പറ്റിയൊക്കെ ഓർക്കുകയാണ്. ഗൾഫിലേക്ക് പോകാൻ ട്രെയിൻ കയറുമ്പോൾ ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയോട് ഗർഭിണിയായ സൈനുവിനെ നന്നായി നോക്കിക്കോളണേ എന്ന് നജീബ് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഹക്കിമിൻ്റെ അമ്മ അവനെ നോക്കിക്കോളണേ, ആദ്യമായിട്ട് അവൻ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞേൽപ്പിച്ചതാണ്. അതെല്ലാം ഓർത്തിരുന്ന് നജീബ് ഒരുപാട് കരയും. അങ്ങനെ നജീബ് ടോയ്ലറ്റിൽ പോകുവാനായി വെള്ളവുമായി പോകുമ്പോൾ അറബി അവിടെ എത്തി അവനെ തല്ലും. അയാൾ കാശ് കൊടുത്തു വാങ്ങിയ വെള്ളമാണ്, അതെടുക്കരുത് എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന ആ ഒരു ഹിന്ദിക്കാരൻ വെള്ളത്തിന് പകരം മണ്ണ് ഉപയോഗിക്കാനായി പറയും. അതേസമയം ടാങ്കിൽ വെള്ളം നിറയ്ക്കുകയായിരുന്നു മറ്റൊരു ഹിന്ദിക്കാരൻ. അയാളോട് എന്നെയും ഈ വണ്ടിയിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ നജീബ് ചോദിക്കും. അയാൾക്ക് അവൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അത് കണ്ടുകൊണ്ടുവന്ന അറബി എന്താടാ രക്ഷപ്പെടാൻ നോക്കുന്നു എന്നൊക്കെ ചോദിച്ച് അവനെ അടിക്കും. എന്നിട്ട് തോക്കെടുത്ത് വിരട്ടി അതുകൊണ്ട് അവൻ്റെ തലയിലടിക്കും. തലയിലൊരു മുറിവും ഉണ്ടാവുകയാണ്. അങ്ങനെ വേദനയും അപമാനവും സഹിക്കാനാവാതെ കരയുകയാണ് നജീബ്. നജീബ് സൈനുവിനെ പറ്റി ഓർക്കുകയാണ്. നാട്ടിൽ ഭാര്യയ്ക്കൊപ്പം പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു നജീബ്. സൈനുവിനെ പറ്റി ഓർത്ത് അവൻ ആ മരുഭൂമിയിൽ കിടന്നു തന്നെ കരഞ്ഞു കരഞ്ഞുറങ്ങുന്നു. അടുത്ത ദിവസം ഹിന്ദിക്കാരനോട് സംസാരിക്കുമ്പോഴോ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനാകില്ലെന്ന് അയാൾ പറയും. അക്കാര്യം നജീബ് തൻ്റെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിച്ചു. ഇനി ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നുള്ള കാര്യം മനസ്സിനെ പറഞ്ഞുറപ്പിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ഹിന്ദിക്കാരനെ കാണുന്നില്ല. എവിടെ പോയെന്ന് അവൻ അറിയത്തേയില്ല. മറ്റേ അറബി നജീബിനോട് പാല് കറക്കാനായി പറയും. അവൻ അറിയില്ല, കാരണം ഇത്രയും നാൾ ആ ജോലി ചെയ്തിരുന്നത് ആ ഒരു ഹിന്ദിക്കാരനായിരുന്നല്ലോ. ഒടുവിൽ എങ്ങനെയെങ്കിലും ആടിന്റെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് പാല് കറക്കുകയാണ് നജീബ്. അങ്ങനെ അവനെ ആട് മേയ്ക്കാനൊക്കെ അയക്കും. ആട്ടിൻകൂട്ടത്തിനിടയിൽപ്പെട്ട നജീബ് രണ്ടാടുകൾ ഇടികൂടുന്നത് തടയാൻ പോയപ്പോഴോ ആടിന്റെ ഇടികൊണ്ട് അവൻ വീണു പോകുന്നു. വേദന അവന് സഹിക്കാനാകുന്നില്ല. അറബി അതെല്ലാം കാണുന്നത് കണ്ട് അവൻ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കും. അതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്ന ഒരു കുട്ടിയാട് അലിവ് തോന്നി കൂട്ടം തെറ്റിപ്പോയ മറ്റാടുകളെ വിളിച്ചു വരുത്തുകയാണ്. അത് കാണുന്ന നജീബ് കുട്ടിയാടിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ആടിനുള്ള പുല്ല് കൊണ്ടുവന്ന ലോറിയിലെ കണ്ണാടിയിൽ നജീബ് തൻ്റെ മുഖം നോക്കിയപ്പോൾ വെയിൽ കൊണ്ട് കറുത്തിരണ്ട് മുടിയും താടിയും ഒക്കെ വളർന്ന് വല്ലാത്തൊരു രൂപമായി. താൻ വന്നിട്ട് കുറേ കാലമായെന്ന് നജീബിന് മനസ്സിലായി. അവൻ കണ്ണാടി നോക്കുന്നത് കണ്ട അറബി ആ കണ്ണാടി വെടിവെച്ച് തകർത്തു. നജീബ് ഒരു കണ്ണാടി കഷ്ണം എടുത്ത് മുഖത്തുള്ള താടിയും മുടിയും ഒക്കെ അറുക്കുവാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ദൈവത്തിനോടുള്ള വിശ്വാസം വരെ അവന് നഷ്ടമായി. ഒടുവിൽ ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി വലിയ പാറയ്ക്ക് മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് കുറെ കഴുകന്മാർ എന്തോ കൊത്തിപ്പറിക്കുന്നത് കാണും. അതാ ഹിന്ദിക്കാരന്റെ ശവശരീരമായിരുന്നു. ഈ അവസ്ഥ തനിക്കും വരുമോ എന്നോർത്ത് അവൻ ഒരുപാട് കരയും. അടുത്ത ദിവസം ആട് മേച്ച് നിൽക്കവേ നജീബ് രക്ഷപ്പെടുവാനായി നോക്കും. നജീബ് ഓടുന്നത് ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് അറബി കാണുകയാണ്. അറബി തന്റെ തോക്കെടുത്ത് വെടിവെക്കും. പേടിച്ച് താഴെ വീണ നജീബിന്റെ കാല് അയാൾ തല്ലിയൊടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി കെട്ടിയിടുന്നു. ആ കെട്ടഴിച്ചു വന്ന് ആടിന്റെ വെള്ളം കുടിക്കുകയാണ് നജീബ്. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി. നജീബ് ആട് മേച്ചുകൊണ്ട് നിൽക്കവേ അവിടെ ഐസ് മഴ പെയ്യും. നജീബ് ആടിനെയൊക്കെ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറ്റുമ്പോൾ അതിലൂടെ ഒരു വഴി കാണുന്നു. നജീബ് അകത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സ്ഥലമായിരുന്നു അവിടെ. അവിടെ നിന്നും ഒരു പാട്ട് കേൾക്കും. നജീബ് ശബ്ദമുണ്ടാക്കുമ്പോഴോ ഒരാൾ നടന്നു വരികയാണ്. മുഷിഞ്ഞ കോലത്തിൽ താടിയും മുടിയും വളർത്തി എല്ലുപോലെ ആയൊരാൾ. അത് ഹക്കിമായിരുന്നു. ഹക്കിം നജീബിനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയും. ഇനിയും കാണാമെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ അറബി വണ്ടിയിൽ വന്ന് ഹോണടിച്ചപ്പോൾ ഓടിപ്പോയി. ഹക്കിമിനെ ജീവനോടെ കണ്ടതിൽ നജീബിന് ഒരുപാട് സന്തോഷമാകും. അടുത്ത ദിവസം നജീബ് ആട് മേച്ചുകൊണ്ട് നിൽക്കവേ ഹക്കിം അവിടെ വന്ന് ഒരു ലെറ്റർ വെച്ചിട്ട് പോകും. അതേസമയം നജീബിന്റെ അറബി അവിടെ അവനെ നോക്കാനായി എത്തും. അറബി കാണാതെ ഒരുവിധം ആ ലെറ്റർ എടുത്ത് നജീബ് വായിക്കും. നജീബിനെ കണ്ടതിന് അവൻ്റെ അറബി അവനെ ഒരുപാട് തല്ലി. അവിടെ ഒരുപാട് കഷ്ടപ്പാടാണ്, നമുക്ക് രക്ഷപ്പെടാം, ഇവിടെ ഒരു ആഫ്രിക്കക്കാരനുണ്ട്, അവൻ ഇവിടുത്തെ എല്ലാ വഴികളും അറിയാമെന്നായിരുന്നു ഹക്കിം ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. നജീബിന് സമാധാനമാകും. ഒരിക്കൽ നജീബ് ഹക്കിമിനെയും ആഫ്രിക്കക്കാരനായ ഇബ്രാഹിമിനെയും കാണാനായി പോകും. അടുത്ത ആഴ്ച വലിയ കഫീലിന്റെ മകളുടെ കല്യാണമാണ്. അന്ന് എല്ലാ കഫീലും ആരും പോകും. ആ സമയം നമുക്ക് രക്ഷപ്പെടാമെന്ന് പ്ലാനിടും. പക്ഷേ നജീബിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം റോഡ് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയത്തേയില്ല. കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രം. അങ്ങനെ അവർ പറഞ്ഞ ദിവസമെത്തി. എല്ലാ അറബിമാരും കല്യാണത്തിന് പോയി. നജീബ് ആടുകൾക്കുള്ള ആഹാരവും വെള്ളവും ഒക്കെ നൽകിയിട്ട് ഞാൻ പോകുന്നു, എന്നെ പോലെ മറ്റൊരാൾ വരും നിങ്ങളെ നോക്കാൻ എന്ന് പറഞ്ഞ് ആദ്യമായി അവൻ കുളിക്കുകയാണ്. കുളിച്ച് ഡ്രസ്സും മാറി നിൽക്കവേ ഹക്കീം വന്ന് വേഗം വരുവാനായി പറയും. അങ്ങനെ നജീബ് കൊണ്ടുവന്ന ബാഗും എടുത്ത് അവർക്ക് പിന്നാലെ പോകുന്നു. നടന്ന് നടന്ന് രാത്രിയായി.
അപ്പോൾ ഹക്കിമിന് ദാഹിക്കുവാനായും തുടങ്ങി. ഇബ്രാഹിം ആണെങ്കിലോ ഹക്കിമിന് കുടിക്കാനായിട്ട് അടുത്തുള്ള മറ്റൊരു കൂടാരത്തിൽ പോയി വെള്ളമെടുക്കുവാനായി നോക്കുമ്പോൾ ശബ്ദം കേട്ട് കൊള്ളക്കാരാണെന്ന് കരുതി അവിടെയുണ്ടായിരുന്ന അറബി തോക്കെടുത്ത് വെടിവെക്കും. ഒടുവിൽ ഒരു പോരാട്ടത്തിനൊടുവിൽ 3 പേരും രക്ഷപ്പെടുകയാണ്. അടുത്ത ദിവസം കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി കണ്ട് നജീബിന്റെ പ്രതീക്ഷയൊക്കെ നഷ്ടമായി. എന്നാലും ഇബ്രാഹിമിന് ഒരു പ്രതീക്ഷയുണ്ട്. അവൻ അവരെ കൂട്ടി മുന്നോട്ട് നടക്കും. അപ്പോൾ ഹക്കിമിന് വെള്ളമുള്ളതുപോലെ തോന്നുകയാണ്. പക്ഷെ അത് മരീചികയായിരുന്നു. അവൻ വെള്ളം കുടിക്കാനാകാതെ ബുദ്ധിമുട്ടും. അതേസമയം മരുഭൂമിയിലെ വിഷമുള്ള പാമ്പുകൾ പുറത്തേക്ക് വരികയാണ്. നജീബ് അതിനിടയിൽ പെട്ടുപോയി. അനങ്ങാതെ നിൽക്കാൻ ഇബ്രാഹിം പറയും. അതനുസരിച്ച് ഒരുവിധം അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും അവർ നടക്കുവാനായി ആരംഭിച്ചു. നജീബിന്റെ കാലയ്ക്ക് പൊള്ളി അടർന്ന് പൊട്ടുവാനായും തുടങ്ങി. അങ്ങനെ അവർ മുന്നോട്ട് നടക്കവേ ഹക്കിമിന് അവിടെ ഒരു ബിൽഡിംഗ് ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു. അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടും. പക്ഷേ അതൊക്കെ അവന്റെ തോന്നലായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ മണ്ണ് വാരി കഴിക്കുകയാണ്. എന്നാൽ അവൻ രക്തം ഛർദ്ദിച്ച് മരണപ്പെടും. നജീബ് തടയാൻ നോക്കിയിട്ടും നടന്നില്ല. നജീബ് ഹക്കിമിനെ എടുത്ത് ഒരുപാട് പൊട്ടിക്കരയും. അപ്പോഴാണ് അവിടെ മണൽക്കാറ്റ് ശക്തമായി ചുഴലിയായി രൂപപ്പെട്ടു. അത് കണ്ട ഇബ്രാഹിം നജീബിനെയും കൊണ്ട് ഓടിപ്പോകും. ഹക്കിമിന്റെ ശവശരീരം മണ്ണ് മൂടുകയാണ്. നജീബിന് അതൊന്നും കണ്ട് സഹിക്കാനായില്ല. അങ്ങനെ നജീബിനെയും കൊണ്ട് ഇബ്രാഹിം വീണ്ടും യാത്ര തുടർന്നു. നജീബ് നടക്കാനാകാതെ അവിടെ കിടന്നപ്പോഴാണ് ഇബ്രാഹിം നജീബിന്റെ കാല് കാണുന്നത്. കാല് പൊട്ടി തകർന്നിരിക്കുകയാണ്. ഇബ്രാഹിം അവന്റെ ഷൂ ഊരി നജീബിന് ഇട്ടുകൊടുക്കുകയാണ്. വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ഒടുവിൽ നടക്കാനാകാതെ നജീബ് അവിടെ തളർന്നു വീഴും. അപ്പോഴതുവഴി പല്ലി പോകുന്നത് ഇബ്രാഹിം കാണുകയാണ്. മരുഭൂമിയിൽ പല്ലിയെ കണ്ടാൽ അവിടെ വെള്ളമുണ്ടെന്നാണ് അർത്ഥം. കുഴഞ്ഞു വീണ് കിടക്കുന്ന നജീബിനെയും എടുത്ത് ഇബ്രാഹിം വീണ്ടും മുന്നോട്ട് പോകും. അവിടെ അവർ പച്ചപ്പും വെള്ളവും ഒക്കെ കാണുകയാണ്. ഇബ്രാഹിം നജീബിനെ വിളിച്ചുണർത്തിയത് കാണിക്കും. വെള്ളം കണ്ട നജീബ് വെള്ളം കുടിക്കാനായി ഓടുമ്പോൾ ഇബ്രാഹിം അവനെ തടയുകയാണ്. വേഗം വെള്ളം കുടിച്ചാൽ അവൻ ചത്തുപോകും. ആയതിനാൽ ഇബ്രാഹിം അവന്റെ വായിൽ വെള്ളം നനച്ചു കൊടുക്കുന്നു. നജീബിന് ആശ്വാസമാകും. ഇബ്രാഹിമിന് അവിടെ നിന്നും ഒരു കുപ്പി കിട്ടുകയാണ്. എന്നാൽ അവർക്ക് റോഡ് എത്താറായി എന്നൊരു തോന്നൽ വരും. വലിയൊരു മണൽക്കൂന കയറി നോക്കിയപ്പോഴും വീണ്ടും കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി. നജീബിനത് സഹിക്കാനായില്ല. ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകില്ല. ഇവിടെ കിടന്ന് ജീവിതം അവസാനിക്കുമെന്ന് കരുതി കരഞ്ഞു കരഞ്ഞ് നജീബ് ഉറങ്ങിപ്പോകുന്നു. അതെല്ലാം ഇബ്രാഹിം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഉണർന്നു നോക്കുമ്പോൾ നജീബ് ഇബ്രാഹിമിനെ കാണില്ല. ആ കുപ്പിയിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. നജീബ് അതും എടുത്ത് വീണ്ടും നടക്കുവാനായി ആരംഭിക്കും. ഇബ്രാഹിം എവിടെ പോയെന്ന് ഒന്നും അറിയത്തേയില്ല. നജീബിന്റെ കാലയ്ക്ക് ഒരുപാട് പൊട്ടിയിരുന്നു. വെള്ളം തീരുകയും ചെയ്യും. കുറച്ചു ദൂരം നടന്നപ്പോൾ വണ്ടി പോകുന്ന ശബ്ദം കേൾക്കും. ഓടിപ്പോയി നോക്കുമ്പോൾ റോഡെത്തിയിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നജീബ് തളർന്നു വീണിരുന്നു. തളർന്നു വീണ നജീബ് കുറച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കും. അന്ന് രാത്രി മുഴുവൻ ഓരോ വണ്ടിക്കും കൈ കാണിക്കും. പക്ഷെ ആരും നിർത്തില്ല. ഒടുവിൽ ഒരു അറബി മനസാക്ഷി തോന്നി തന്റെ കാറ് നിർത്തി. നജീബിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോകും. അവന് കുടിക്കാനുള്ള വെള്ളവും ഒക്കെ നൽകുന്നു. നജീബിനെ സിറ്റിയിൽ കൊണ്ടിറക്കും. നജീബ് ദൈവമായി കണ്ട് ആ അറബിക്ക് ഹൃദയം കൊണ്ട് നന്ദി പറയും. അതിനുശേഷം നജീബ് ഒരുപാട് അലഞ്ഞു നടന്നു. ഒടുവിൽ കുഴഞ്ഞു വീഴുകയാണ്. അതും മലയാളികൾ നടത്തുന്ന ഹോട്ടലിന് മുന്നിൽ. അവരവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി മുറിവിൽ മരുന്നൊക്കെ വെക്കും. നജീബിന് പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാകില്ല. എന്നാലും അവർ ഒരുവിധം മരുന്നൊക്കെ വെച്ചു. നജീബ് കൊടുത്ത നമ്പറിൽ ആ ഹോട്ടൽ ഉടമയും കൂട്ടരും വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. ഒടുവിൽ നജീബ് കൊടുത്ത അഡ്രസ്സ് വെച്ച് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴിയൊക്കെ കണ്ടെത്തും. അങ്ങനെ നജീബ് തന്റെ ഭാര്യയോട് സംസാരിക്കും. അടുത്തൊരു കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കുകയാണ്. നജീബിനൊരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. നജീബിന് കരച്ചിൽ വരികയാണ്. അവൻ ഒരുപാട് പൊട്ടിക്കരയും. പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ നജീബിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് പിടികിട്ടാപ്പുള്ളികളുടെ ഫോട്ടോയുടെ ലിസ്റ്റിൽ ഇബ്രാഹിമിനെ കാണുകയാണ്. അത് കണ്ട് നജീബ് ഷോക്കായി പോകും. മാത്രവുമല്ല, പാസ്പോർട്ട് ഇല്ലാത്തവരെയും കഫീലിന്റെ വീട്ടിൽ നിന്ന് മിസ്സാകുന്നവരെയും എല്ലാം ഒരുമിച്ച് നിർത്തിയിട്ട് അവരുടെ കഫീലിനെ വിളിപ്പിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ച് ആളിനെ വിട്ടുകൊടുക്കും. ആ കൂട്ടത്തിൽ നജീബ് നിൽക്കുകയാണ്. നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളിനെ അയാളുടെ കഫീൽ അടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കാണുന്ന നജീബിന് പേടിയാകും. അപ്പോൾ തന്നെ നജീബിന് അവന്റെ അറബി വന്ന് അവനെ അടിച്ചിട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതായി തോന്നലുണ്ടാകുന്നു. അതേസമയം തന്നെ ആ അറബി അവിടെ എത്തും. നജീബിനെ തിരിച്ചറിയുകയാണ്. നജീബിനടുത്ത് വന്ന് എന്തോ പറഞ്ഞിട്ട് അറബി പോകും. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. നജീബും ഹക്കിമും വന്നത് മറ്റൊരു കമ്പനിയിൽ മറ്റൊരു കഫീലിന് വേണ്ടിയായിരുന്നു. അവരെ ചതിച്ചു കൊണ്ടുപോയതാണ് ആ ഒരു അറബി. അത് അടുത്ത് നിന്ന് ആൾ വഴി അറിയും.
അത്രയും നാൾ തൻ്റെ നാട്ടുകാരൻ ഗൾഫിൽ കൊണ്ടുവന്ന് ചതിച്ചെന്ന് കരുതി ജീവിക്കുകയായിരുന്നു നജീബ്. ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നോർത്ത് സന്തോഷിക്കണോ അതോ ചതിക്കപ്പെട്ട് വർഷങ്ങൾ നഷ്ടമായതാലോചിച്ച് കരയണോ എന്നറിയാതെ നിൽക്കുകയാണ് നജീബ്. അങ്ങനെ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ റെഡിയായി നജീബ് നാട്ടിലേക്ക് പോവുകയാണ്. തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഉമ്മയെയും നാടുമൊക്കെ കാണാമെന്ന സന്തോഷത്തിൽ ഫ്ലൈറ്റ് കയറുന്ന നജീബിനെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.